അതേട്ടാ, നമ്മുടെ ബോച്ചയ്ക്ക് ഏതാണ്ട് ജാമ്യം ഉറപ്പായി. ഇന്ന് വൈകിട്ട് ഇറങ്ങും എന്നാണ് അറിയുന്നത്, ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. പക്ഷെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് വരികയും ഒരു അറസ്റ്റ് നടക്കുകയും അതൊരു വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ആഘോഷിക്കുകയും ചെയ്തു. എന്തോ ഒരു ദുരൂഹത അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം ശ്രമിച്ചതാണോ ഈ ബോച്ചയുടെ അറസ്റ്റ്? ഞാൻ വളരെ തുറന്നങ്ങ് ചോദിക്കാം, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എന്താണ് അതിനകത്ത്? സത്യത്തിൽ അതിന് വളരെ സാധ്യതയുണ്ട്. ഞാനത് ആദ്യമേ വിഷയം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബോച്ചയുടെ വിഷയം കേരള സർക്കാരിന് വീണ് കിട്ടിയിട്ടുള്ളൊരു ആയുധമാണ്. അത് ബോച്ചയായതിൻ്റെ പേരിലാണ്. ബോച്ചയല്ല വേറെ ആളായിരുന്നെങ്കിൽ ആ വിഷയം കിട്ടിയേനെ. അത് ശരി, ആ വിഷയം കിട്ടിയേനെ. സർക്കാരിന് ചില വിഷയങ്ങൾ, അവരുടെ ചില ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിഷയം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇവിടുത്തെ കണ്ണൂരിലെ സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. കാസർഗോഡ് പെരിയയിലെ കൊലപാതകം. ആ കൊലപാതകത്തിലെ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി. ആ ജാമ്യം ചർച്ച ചെയ്തതിൽ പെട്ടില്ല. അത് വളരെ രഹസ്യമായിട്ട് ഒക്കെയാണ്. നമ്മുടെ മാധ്യമങ്ങളാരും ചർച്ച നടത്തിയില്ല. അത് ശിക്ഷിക്കപ്പെട്ട നമ്മൾ ചർച്ച നടത്തി. ശിക്ഷിക്കപ്പെട്ടവർക്ക് ജാമ്യം കിട്ടുമല്ലോ, ചിലർക്ക് ജാമ്യം കിട്ടണമല്ലോ. ശരിയാണ്. കുഞ്ഞിരാമനടക്കമുള്ള എല്ലാ കുഞ്ഞിരാമന്മാർക്കും ജാമ്യം കിട്ടിയല്ലോ. ആ വിഷയം എവിടെ ചർച്ച നടത്തിയില്ലല്ലോ. ആരും ഒന്നിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ ചർച്ച നടത്താതിരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നുള്ളത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബോച്ചയ്ക്കോ ഏത് ചേയ്ക്ക് ജാമ്യം കിട്ടിയാലും ഇവർക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ആസൂത്രിതമാണ് ശരിക്കത്. ഈ ആസൂത്രിതമായിട്ടുള്ള പ്രശ്നം ഈ പെരിയ കൊലപാതക കേസിൻ്റെ വിധി വന്നിരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നമാണ് ശരിക്കത്. അതിലുള്ള ആൾക്ക് ജാമ്യം കിട്ടിയ വിവരം പോലും ആളുകൾ അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കാൻ വേണ്ടി സാധിച്ചു. അതൊന്നും ചർച്ചയിൽ വരുന്നില്ല. ചർച്ചയിൽ എന്നൊരു ചർച്ചയുടെ ആയുസ് പരമാവധി 48 മണിക്കൂറാണ്. ആ 48 മണിക്കൂറിനിടയ്ക്ക് പുതിയ വിഷയത്തിലേക്ക് ആൾ ടേക്കപ്പ് ചെയ്യും. ഇത് തിരിച്ചറിയാവുന്നവരാണ് കേരളം ഭരിക്കുന്നവർ. അവരും അറിയാം. അവരെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ ഇവിടെയുണ്ട്. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, PR വർക്ക് ചെയ്യുന്ന യുവജന കലോത്സവത്തിൽ പോയിട്ട് പോലും നാണം കെട്ട് വരുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും അതിനകത്ത് യാതൊരു മടിയുണ്ടാവില്ല. അപ്പോൾ ആ തരത്തിൽ പെട്ട ചില ആളുകളുടെ ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കോടതി ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും കേരള സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു. നഷ്ടം ബോച്ചയ്ക്ക് മാത്രമാണ്. ബോച്ചയ്ക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ നടിയെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവരുടെ ഭാവി സിനിമാ രംഗത്തുള്ള പ്രവർത്തനത്തിൽ ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ള എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിന് ഏതാണെങ്കിലും ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയത് കേരളത്തിന്. ചേട്ടാ, വളരെ ലളിതമായിട്ട് കിട്ടിയ ഒരു അവസരം വളരെ ഭംഗിയായിട്ട് സർക്കാർ വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ചു എന്നാണ്. വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതിപ്പോൾ എല്ലാ സംഭവത്തിലും എങ്ങനെയാന്നേ. അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സംഭവം കൂടെ ഓർമ്മ വരുന്നു. അതിനോടടുത്ത് തന്നെ മറ്റൊരു വാർത്ത കൂടെ പുറത്തു വന്നു. നമ്മുടെ SFIOയുടെ അന്വേഷണത്തിലെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പുറത്തു വിട്ടല്ലോ, കോടതിയിൽ കൊടുത്തത് പുറത്തു വന്നു. അതും ഇതിനോടടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ വന്നതാണ്. പക്ഷെ അതും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. 185 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നുള്ള ഒരു അച്ഛൻ്റെയും മോളുടെയും പേരിൽ വന്നുള്ള അഴിമതിയെ കുറിച്ചിട്ട് കേരളത്തിൽ ചർച്ച നടത്തിയില്ല. അത് കേരളത്തിൽ വിഷയമല്ല. ഇല്ലാന്ന് മാത്രമല്ല, പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി പ്രശ്നമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ബോച്ചയെ പറ്റില്ല എന്ന് പൂർണ്ണമാവില്ല എന്ന് കണ്ട സമയത്ത് യൂണിവേഴ്സിറ്റി പിടിക്കുന്ന, അതിനിടയ്ക്ക് വളരെ തന്ത്രപൂർവ്വം ഈ പറയുന്ന കാര്യങ്ങളിൽ ആൾക്ക് ജാമ്യം കിട്ടുന്ന, ഈ കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചർച്ച നടത്തുന്നില്ല. ആ ചർച്ച മാധ്യമങ്ങൾക്ക് വേണ്ട, ആ ചർച്ച പ്രതിപക്ഷത്തിന് വേണ്ട, ജനങ്ങൾക്കും ആവശ്യമില്ല. അപ്പോൾ ഈ കുതന്ത്രം നടപ്പിൽ വരുത്തുവാനുള്ള അസാമാന്യമായിട്ടുള്ള നെറ്റ്വർക്കാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. അത് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ളത് അസാമാന്യമായിട്ടുള്ള നെറ്റ്വർക്കാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ ആസൂത്രിതമായിട്ട് കളിച്ചൊരു കളിയാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള കളിച്ച കളിയിൽ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ശിക്ഷിക്കപ്പെടുക. കാരണം അവർക്ക് ഇനി ഇത്തരത്തിൽ പെരിയ കൊലപാതക കേസിലെ പ്രതികൾ അവർ നിർബാധം ഇവിടെ സഞ്ചരിക്കുകയാണ്. അവരുടെ അടുത്ത ടാർഗറ്റ് ആരാന്ന് ആർക്കും അറിയാൻ പാടില്ല. ആരെ വേണമെങ്കിലും അവർക്കുണ്ടെങ്കിൽ വധിക്കാം. അവർക്ക് ജാമ്യം കിട്ടും. അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുക്കും. അപ്പോൾ ഇതിന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്നതിൽ വലിയൊരു പങ്കാണ് ഇതൊക്കെ വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ കോടിക്കണക്കിന് റുപ്യ പോയല്ലോ.
അത് ചർച്ച വരുന്നില്ല. അത് ചർച്ചയില്ല കേരളത്തിൽ. മറിച്ച് കേരളത്തിൽ ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും കൂടി കൂട്ടായിട്ട് കേരളത്തിൻ്റെ എല്ലാ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാൻ പോവുകയാണ് UGCക്കെതിരായിട്ട്. എന്തൊരു അപഹാസ്യമാണത്! എന്തിനാ ഇവർ നിയമസഭയിൽ പോകണമെന്തിനാ? ഇവർ കൂട്ടായിട്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ വിഷയങ്ങൾ ചർച്ച നടത്തണ്ടല്ലേ യഥാർത്ഥത്തിൽ? ആ ചർച്ചയൊന്നും നടത്താതെ കണ്ട് ചില ബില്ലുകൾ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാനുണ്ട്. അത് പിണറായി വിജയൻ തീരുമാനിക്കുന്ന ചില കാര്യങ്ങളിൽ കയ്യൊപ്പ് ചാർത്തി കൊടുക്കുന്ന പണി മാത്രമാണ് കേരളത്തിൽ പ്രതിപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചില ബഹളങ്ങളൊക്കെ കൂട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ആ ബഹളങ്ങളൊന്നും ആരും ഗൗരവമായിട്ട് ശരിയാണ്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ വിഷയത്തിൽ ബോച്ചയുടെ കാര്യത്തിൽ ഉൾപ്പെടെ SFIOയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തുനിന്ന് ഒരു അനക്കവും ഉണ്ടായില്ല. SFIയുടെ കാര്യം പ്രതിപക്ഷത്തിന് അറിയില്ല. ബോച്ചയുടെ കാര്യത്തിൽ അവർക്ക് നിലപാടില്ല. പെരിയ കൊലപാതകത്തിൻ്റെ കേസിൽ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ മിണ്ടിയിട്ടില്ല. വാളയാർ കേസിനകത്ത് അവർ മിണ്ടിയിട്ടില്ല. അതേപോലെ തന്നെ പട്ടികജാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു പത്തനംതിട്ട. ഏത് പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അത് അക്കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സർക്കാർ ആ കുട്ടിയുടെ ഇത്തരം സംഭവങ്ങൾ പുറത്തു വന്നു. അത് എന്താ പറയുക, 5 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, പോലീസ് പറയുന്നതാണ്. ഈ 5 വർഷത്തോളം ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ ഭാവി ജീവിതത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി സർക്കാർ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അങ്ങ് എന്തെങ്കിലും അറിഞ്ഞോ? സർക്കാർ കാര്യം അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. കേരള മുഖ്യമന്ത്രിക്ക് ഈ സംഭവം അറിയാമെന്നറിയില്ല. അദ്ദേഹത്തിനാണ് ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ളത്. ആ പറയുന്ന ഒരു മന്ത്രിമാരെ അത്തരത്തിൽ എണ്ണപ്പെട്ടവരാരും. അദ്ദേഹം ബോച്ചയുടെ വിഷയത്തിൽ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം പത്രപ്രസ്താവനയിൽ തീർന്നല്ലോ പണി. അതൊരു പത്രപ്രസ്താവനയിൽ തീർത്തു. ഈ പട്ടികജാതി പെൺകുട്ടിയുടെ ബേസ് പ്രശ്നം അതൊരു പത്രപ്രസ്താവന തീരുന്നതല്ല. കുട്ടി ഒരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടാണോ? ആ കുട്ടി സെലിബ്രിറ്റി അല്ല എന്ന് മാത്രമല്ല, പട്ടികജാതിക്കാരുടെ വിഷയം ഈ സർക്കാരിനൊരു വിഷയമല്ല. സെലിബ്രിറ്റിയുടെ വിഷയമാകുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ ചർച്ച പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം, സർക്കാർ ഒരുപാട് കേസിൽ മാറ്റിവെക്കാം. ഇപ്പോൾ പെരിയ കേസിൻ്റെ കേസ് ചർച്ചയിൽ വരുന്നില്ല. പലതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നതാണ് ഈ പറയുന്ന സെലിബ്രിറ്റിയുടെ കേസ്. അത് മാധ്യമങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണെന്ന് പറയാണ്ട് പറ്റില്ല. കാരണം ഒരു സെലിബ്രിറ്റിയാണ് കേസിൽ വാദിയോ പ്രതിയോ ആയിട്ട് വരികയാണെങ്കിൽ അത് പത്രത്തിന് 8 കോളം വാർത്തയാണ്. അങ്ങ് ഇതിനോട് അനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഈശ്വർ മാത്രമാണ് ഈ ബോച്ചയെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബോച്ചെ ചെയ്ത തെറ്റുകളോ ശരികളോ എന്നുള്ളതല്ല, ബോച്ചയെ കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ധാർമ്മികമായ ഒരു മാനസികമായ പിന്തുണയൊക്കെ കൊടുത്ത് രംഗത്ത് വന്നത്. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ കേട്ടത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യും എന്ന് കേട്ടു. പക്ഷേ ഇപ്പോൾ അതിലൊരു അനക്കമില്ല. പിന്നീട് അത് എനിക്ക് ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് പോലും എനിക്ക് സത്യത്തിൽ ഒരു അഭിപ്രായമില്ല. ഈ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ നറേഷൻസിന്റെ ഭാഗമാണെന്ന് എൻ്റെ സംശയമുള്ളത്. കാരണം ഈ ബോച്ചയെ അനുകൂലിക്കുന്നത് ആർക്കോ വേണ്ടിയിട്ട് അനുകൂലിച്ചതാണെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ആരും കേസും ചാർജ് ചെയ്തില്ല. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഈ പിന്തുണയ്ക്ക് വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിലും ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ പിന്തുണ കിട്ടിയത്. അതെ, ആ പിന്തുണ ആരാണ് കൊടുത്തതെന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. ആ പിന്തുണ കൊടുത്തത് ഈ സർക്കാരിനെ സ്നേഹിക്കുന്ന ആളുകളാണോ, സർക്കാർ പക്ഷത്തുള്ള ആളുകളാണോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വക്കീലായിട്ടാണോ ഈ പറയുന്ന രാഹുൽ ഈശ്വർ രംഗത്ത് വന്നതെന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. രാഹുൽ ഈശ്വർ സാധാരണ നിലയ്ക്ക് ഇത്തരം ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമെന്നുണ്ടെങ്കിൽ ആരും ഇത്തരത്തിൽ സംസാരിക്കാൻ നിർബന്ധമൊന്നുമില്ല. രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ കടുത്ത പദപ്രയോഗങ്ങളിലൂടെ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനെതിരായിട്ടൊരു കേസും കോടതി ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു FIR അതിനകത്ത് വന്നിട്ടില്ല, അതിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല. അയാൾ പോലീസ് അതൊരു പക്ഷേ ഈ ജനവികാരം എതിരാണെന്ന് കണ്ട് സർക്കാർ ഒന്ന് പിൻവാങ്ങിയതാണെങ്കിലോ? ഈ ജനവികാരമാണോ സർക്കാരിൻ്റെ നയമാണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. സർക്കാരിൻ്റെ നയം രാഹുൽ ഈശ്വറിൽ കൂടി പുറത്തു വന്നതാണെങ്കിലോ? അങ്ങനെ ആയിക്കൂടായിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ ആകാമല്ലോ. അങ്ങനെ വന്നതാണെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ്. എനിക്ക് അതിൻ്റെ പിന്നിലുള്ള ഇത്രയും വലിയ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും സർക്കാരുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയോ വിയോജിക്കുകയോ അല്ല. എൻ്റെ സംശയം ഈ ബോച്ചയ്ക്കെതിരെ, ബോബി ചെമ്മണ്ണൂരിനെതിരെ ചാർത്തപ്പെട്ട വകുപ്പുകൾ വളരെ രൂക്ഷമായ, അതായത് ഒരു മജിസ്ട്രേറ്റിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പറ്റാത്ത വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ പുറത്തിട്ടത്. അത്രയും കടുത്ത വകുപ്പുകൾ ഇടാൻ മാത്രമുള്ള കുറ്റമാണോ ബോച്ചെ ചെയ്തത്? നമ്മളെ കേസിൻ്റെ
ഞാൻ കേസിന്റെ വിവിധ മെറിറ്റിലേക്ക് വശങ്ങളിൽ കടക്കുകയല്ല. നമ്മൾ കിടക്കണ്ട. ഒരു ആസൂത്രിതമായ ഈ ഇത് മറ്റു ചിലത് മറച്ചു വെക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചു. അല്ല, ഇപ്പം ഈ ഇതിൽ മറച്ചു വെക്കുക എന്നുള്ളത് ഇപ്പം ഇതിനകത്ത് ചാർജ് ചെയ്തിരിക്കുന്നത് പ്രതിയെ രക്ഷിക്കാനാണോ ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ജാമ്യം കിട്ടില്ലായിരിക്കാം. ഈ ജാമ്യം കഴിഞ്ഞാൽ കേസിന്റെ ഫർദർ നടത്തിപ്പിൽ അത് വിചാരണയിലായിരിക്കും. വിചാരണയിലാണത്. വിചാരണയിൽ പ്രതിയെ രക്ഷിക്കാനും ബോധപൂർവമായിട്ട് പരിശ്രമമാണോ എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിലാകാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും. നമ്മൾ ഫസ്റ്റ് FIR ഒക്കെ ഒരു വിചാരിക്കും ഈ പുള്ളിയുടെ കേസ് കേട്ട് പോക്കാണ്, ഇയാൾ ഇപ്പോൾ തൂക്കിക്കൊല്ലുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഇയാൾ 4-5 ദിവസം ജയിലിൽ കിടന്നിട്ട് അവിടെ നിന്ന് ഈസി ആയിട്ട് ഇയാൾ ഊരിപ്പോവും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവം അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ബോച്ചയുടെ കേസിലടക്കം പ്രതിയെ രക്ഷിക്കാനുള്ള കേരള സർക്കാരിൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥം നടത്തിയിട്ടുള്ള FIR തന്നെയാണ്. അതായത് അങ്ങ് പറഞ്ഞത് വളരെ ലളിതമായിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. സർക്കാരിന് ചില പ്രത്യേക വിഷയങ്ങൾ പൊതുജനത്തിന് മുന്നിൽ ചർച്ചയാകാതിരിക്കാൻ, മാധ്യമങ്ങളിൽ അത് വാർത്തകൾ വരാതിരിക്കാൻ ഒക്കെ വേണ്ടി കളിച്ചൊരു നാടകമാണ് ഈ അറസ്റ്റും തുടർന്നുള്ള സംഭവങ്ങൾ. അതിലൊരു നാടകവും കൂടിയാണ്. ഈ മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കുക എന്നുള്ള സർക്കാരിൻ്റെ വിഷയമല്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ സർക്കാരിന് അനുകൂലമാണ്. സർക്കാരിന് അനുകൂലമായിട്ടുള്ള ചില മാധ്യമ വിചാരണക്കാർ അന്തിച്ചർച്ചകൾ നടത്തുന്ന ചർച്ചകൾ ആത്യന്തികമായിട്ട് സർക്കാരിന് അനുകൂലമാണ്. അത് ബോച്ചയ്ക്കെതിരായ സർക്കാരിന് എന്താ വിരോധം? അല്ലെങ്കിൽ മറ്റേ ലേഡിക്കെതിരായിട്ടുണ്ടെങ്കിൽ അവർക്കെന്താ കുഴപ്പം? അവർക്ക് ആവശ്യമുള്ളത് കേരള ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ കേരള സർക്കാരിന് എതിരല്ലാത്ത രീതിയിൽ നടത്തുന്ന ചർച്ചകൾ നിമിത്തം അവിടെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് രാഹുൽ ഈശ്വറിനെ കൊണ്ടും ഒരു പ്രതിപക്ഷമായിട്ട് രാഹുൽ ഈശ്വർ വന്നു. ഏകദേശം നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം അതാണ്, ഒറ്റപ്പെട്ട ശബ്ദമാണത്. ആ ശബ്ദത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള അവർക്കറിയാം. അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ തരത്തിൽപ്പെട്ട ചില പാണന്മാർ മാത്രമാണ്. ആ പാണന്മാരെ കൊണ്ട് നടത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊരു സമീപനമാണ് കേരള സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കേസിൻ്റെ ആയുസ്സിനെ കുറിച്ചിട്ട് എനിക്ക് വളരെ ബലമായ സംശയമുണ്ട്. അതൊരു FIR കൊണ്ട് തീർന്നോ എന്നുള്ള സംശയമുണ്ട്. ഇതിനകത്ത് പ്രതി രക്ഷപ്പെടുകയാണോ എന്നുള്ള സംശയമുണ്ട്. അതിനകത്ത് നമുക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലാത്ത രീതിയിലാണ് കേസിൻ്റെ പോക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റും തുടർന്നുള്ള ജാമ്യം നിഷേധിക്കലും ജയിലിൽ പോക്കും ഒക്കെ ബോച്ച എന്ന വ്യക്തിയെ സംബന്ധിച്ച് അതെങ്ങനെയാണ് അദ്ദേഹത്തെ ബാധിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ സർക്കാരിന് എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട്. വളരെ തന്ത്രപരമായിട്ട് വീണ് കിട്ടിയ അവസരത്തെ അല്ലെങ്കിൽ ഒരു ഇരയെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി, 5 പേർക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് കേരളം ചർച്ച ചെയ്യാതെ പോയി. അവിടെ സർക്കാർ അതിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് വിജയിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. നന്ദി. ശരി, നന്ദി, നമസ്കാരം.